ിലൂടെ പൊതുജനങ്ങളെ കടത്തിവിട്ടുകൊണ്ടുള്ള ഓപ്പണിംഗ് ആണിത്. പ്രധാനപ്പെട്ട വാഹനങ്ങളെല്ലാം കളക്ടർ ഉൾപ്പെടെ എല്ലാവരുടെയും വാഹനങ്ങൾ മാറി നിൽക്കുന്നു. ആദ്യ യാത്ര ടൂ വീലറുകളുടെ ആദ്യ യാത്രയാണ് കുതിരാനിൽ കൂടെ നടക്കുന്നത്. നിരവധി ചെറുപ്പക്കാരാണ് ടണൽ ഓപ്പണിംഗിന് വേണ്ടി കാത്തുനിന്നത്. ചരിത്രത്തിൽ ആദ്യമായി വലിയ വലിയ താരങ്ങളില്ലാതെ സാധാരണക്കാരനെ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 1000 കോടി ചെലവ് വരുന്ന ഒരു ടണലിന്റെ ഉദ്ഘാടനം വിവാദങ്ങൾ ഉണ്ടാവാനുള്ള സകല സാധ്യതകളെയും വെല്ലുവിളിച്ച് അത് മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടണൽ ഓപ്പണിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരുന്നവരെല്ലാം തന്നെ മൊബൈലിൽ വിഷ്വൽ പകർത്തിക്കൊണ്ട് ജനകീയമായ ഒരു ടണൽ ഓപ്പണിംഗ് ആണ് വാസ്തവത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ MLA-യോ MP-യോ മന്ത്രിമാരോ ആരും തന്നെ ഇല്ലാതിരിക്കെ ജനങ്ങളെ തുറന്നു വിട്ടുകൊണ്ട് ജനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യത്തെ ടണൽ ഇന്ത്യയിൽ തുറക്കപ്പെടുന്നു എന്നുള്ളത് ഒരു ചരിത്രത്തിന്റെ ഭാഗമായി പാലക്കാട് തൃശൂർ ദേശീയപാതയിലെ ടണൽ ഓപ്പണിംഗ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനപ്രതിനിധികളില്ലാതെ MP ഇല്ലാതെ മന്ത്രിയില്ലാതെ ആയിരക്കണക്കിന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ജനകീയ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും അങ്ങനെ പ്രഗത്ഭരായ ആളുകളെ അണിനിരത്തിക്കൊണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തുന്ന ഉദ്ഘാടന മാമാങ്കത്തിന് അറുതി വരുത്തുന്ന ജനകീയ സൈക്കിളിലാണ് ഒരാൾ ടണൽ കടന്നു പോകുന്നത്. വളരെ മനോഹരമായി വളരെ ജനകീയമായിട്ടുള്ള ഒരു ടണൽ ഓപ്പണിംഗ് ആണ്. വിമർശകരുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ട് ജനകീയമായ ഒരു ടണൽ ഓപ്പണിംഗ് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം. ഇരു ഫോണുകളൊക്കെ ആഘോഷത്തോടു കൂടി തന്നെയാണ് ചെറുപ്പക്കാർ കടന്നു പോകുന്നത്. ആദ്യത്തെ ഭാരം കയറ്റിയുള്ള വാഹനം KL 07 CF 9404 എന്ന ലോഡ് വാഹനവും ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഒക്കെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിരിക്കാം. ഇത്രയും വലിയൊരു പ്രോജക്ടിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം ജനകീയമായി സാധാരണ ആളുകളെ ഈ ടണലിലൂടെ കടത്തിവിട്ടുകൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് തൃശൂർ ജില്ലാ കളക്ടർ എന്നാണ് തോന്നുന്നത്. ജനങ്ങൾ വളരെ സന്തോഷത്തിലാണ്. മണിക്കൂറുകളായിട്ട് ജനങ്ങൾ മണിക്കൂറുകളായിട്ട് കൊമ്പഴിയുടെ ഭാഗത്ത് ജനങ്ങൾ നിൽക്കുകയായിരുന്നു. ഈ ടണലൊന്ന് തുറക്കുന്നത് കാണുന്നതിന് വേണ്ടി, ആ ടണലിലൂടെ ഒരു യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഏറെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഈ ടണലിനകത്തൂടെ ആദ്യ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആഹ്ലാദത്തിലാണ് ഈ തൃശൂർ പാലക്കാട് ഹൈവേയിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾ. പതിറ്റാണ്ടുകളായിട്ടുള്ള യാത്രാ ദുരിതത്തിന് അറുതി വരുത്തുകയാണ് ഈ ജനങ്ങൾ. ആ സന്തോഷം ജനങ്ങൾ തന്നെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും ആഘോഷകരമായ ഒരു ഓപ്പണിംഗ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് നടക്കുന്നത്. ജനങ്ങളാണ് രാജാക്കന്മാർ, പ്രജകളാണ് രാജാക്കന്മാർ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാരെന്ന് ഉറക്കെ പറയുന്ന ഒരു സുന്ദരമായ കാഴ്ചയാണ്. ആദ്യത്തെ കണ്ടെയ്നർ ലോറിയാണ് ഇതുവഴി കടന്നു വരുന്നത്. നാഗാലാൻഡിൽ രജിസ്ട്രേഷനുള്ള ഒരു വാഹനം, വലിയൊരു വാഹനം കടന്നു പോകുന്നു ടണലിലൂടെ. ഒരേ സമയം 3 നിരകളായി വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. മണിക്കൂറുകൾ കാത്തുനിന്ന ജനങ്ങൾ അവർക്ക് ലഭിച്ച അവസരത്തെ മനോഹരമായി ഉപയോഗിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ആഹ്ലാദത്തിലാണ് ജനങ്ങൾ, സന്തോഷത്തിലാണ് ജനങ്ങൾ. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ആഘോഷത്തെ വളരെ സുന്ദരമായി തന്നെയാണ് കാണുന്നത്. MP വിൻസെന്റ് മുൻ MLA ആണ്. ജനപ്രതിനിധിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് മുൻ MLA ആണ്. സാർ, എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു പരിപാടി ജനപ്രതിനിധികൾ ആരെയും കാണാത്തത്? MLA ഇല്ല, MP ഇല്ല. ഞാൻ വന്നത് ഞാൻ MLA ആയിരുന്നപ്പോൾ തുടക്കം കുറിച്ച ഈ പദ്ധതി 2011 സ്ഥലം വിട്ടുകൊടുക്കാനും അതുപോലെ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാനാണ്. അപ്പൊ ഇത് ഇടയ്ക്ക് വന്ന ഡിലേ എന്ന് പറയുന്നത് CPM-ന്റെയും CPI-യുടെയും MLA-മാരും അതുപോലെ മറ്റുള്ളവരും വന്നപ്പോൾ വന്നൊരു ഡിലേയാണ്. ഇപ്പൊ വീണ്ടും വന്നിരിക്കുന്നു. അത് നടക്കണം. നല്ല കാര്യം നടക്കുമ്പോൾ അത് ആര് വന്നാലും എന്ത് വന്നാലും, അതായത് ഈ ടണൽ നിർമ്മാണത്തിന് വേഗത കൂട്ടുന്നതിന് വേണ്ടി പിന്നീട് വന്ന 2 MPമാർ TP പ്രതാപനും TN പ്രതാപനും ഓക്കെ, അതിനു മുമ്പ് ജയദേവൻ ഓക്കെ. എന്തുകൊണ്ടാണ് ഇത്തരം ജനപ്രതിനിധികളെ പാടെ ഒഴിവാക്കിയിരിക്കുന്നത്? അവരാരും ഒരു CPM-ന്റെ ഒരു ഒറ്റ നയം പോലെ മാത്രം നടത്തിയിരിക്കുക. എല്ലാവരുടെയും ഇവിടെ ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി പ്രതാപനുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് മന്ത്രിമാരെ കൂടെ വന്ന ആരുമില്ലാതെ പെട്ടെന്ന് ചാടിക്കയറി പൊടിച്ച് കടത്തേണ്ട കാര്യമില്ല. പക്ഷേ ഈ
കാര്യം ഇവിടുത്തെ ജനങ്ങൾ, ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ സന്തോഷമാണ് ഈ കാര്യത്തിൽ. നേരം വൈകിയാലെങ്കിലും ഇത് തുറക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം. ഓക്കെ, താങ്ക് യു. യെസ്, ജനപ്രതിനിധികളെ ഒഴിവാക്കിയതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഒല്ലൂരിന്റെ മുൻ MLA, അദ്ദേഹം MLA ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്ഥലമേറ്റെടുപ്പ് മുതലുള്ള കാര്യങ്ങളിൽ. അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹം ഇവിടെ ഈ സ്വന്തം വാഹനത്തിൽ ഇവിടെ വന്ന് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് അദ്ദേഹം ഇവിടെ ഈ യാത്ര ആസ്വദിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ജനപ്രതിനിധികളെ കൂട്ടത്തോടെ ഒഴിവാക്കിയതിനുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മുൻ MLA MP വിൻസെന്റ്, ഈ ഒല്ലൂർ മണ്ഡലത്തിലെ മുൻ MLA MP വിൻസെന്റ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനത്തിലൂടെ കടന്നുപോയി പ്രതിഷേധത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ കടന്നു പോകുന്ന ഒരു സന്തോഷം കൂടി അതോടൊപ്പം തന്നെയുണ്ട്. എന്തു വന്നാലും ജനാധിപത്യ ഭരണക്രമത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികൾക്ക് അർഹമായ സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് ജനാധിപത്യ വിശ്വാസി എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊരു കോട്ടം തന്നെയാണ് ഇവിടുത്തെ MLA-മാരോ MP-മാരോ ഒന്നും ഇല്ലാതിരിക്കുന്നു എന്നുള്ളത്. ഒരുപക്ഷെ രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ടണൽ എന്ന് പറയാം. എന്നിരുന്നാൽ പോലും ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ ഒഴിവാക്കിയത് ഈ അവസരത്തിൽ യുക്തമല്ല. ഈ പ്രദേശത്തെ MLA-യും MP-യെയും മന്ത്രി ഉൾപ്പെടെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രി ഈ മണ്ഡലത്തിൽ നിന്നുള്ള ഇപ്പോഴത്തെ ആളാണ്. അവരെ പോലും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത് എന്നുള്ളത് ജനാധിപത്യ ക്രമത്തിൽ അതിന്റെ ഒരു ഭംഗി കുറയ്ക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഈ ടണൽ ഉദ്ഘാടനം നടന്നിട്ടുള്ളത് എന്നുള്ളത് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും. ജില്ലാ കളക്ടറും സംഘവും ഇതുവഴി കടന്നു വരികയാണ്. അവർ കാൽനടയായിട്ടാണ് ജില്ലാ കളക്ടറും സംഘവും വരുന്നത്. മറ്റു വാഹനങ്ങളെല്ലാം പോയി, കളക്ടറും സംഘവും ഈ യാത്രയിൽ കളക്ടറും സംഘവും പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ കാൽനടയായിട്ടാണ് പോകുന്നത്. ഒല്ലൂർ മുൻ MLA MP വിൻസെന്റും അദ്ദേഹത്തോടൊപ്പം ഏതാനും പ്രവർത്തകരും ടണലിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടു, അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തകരും അവിടെയുണ്ട്. ഏതായാലും ഏറെ ആഹ്ലാദത്തോടുകൂടി തന്നെയാണ് ഈ ആഘോഷത്തെ. പുറത്ത് മഴ പെയ്തപ്പോഴും ചെറുപ്പക്കാരുൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ടണലിലൂടെ ഒന്ന് വാഹനം ഓടിച്ചു പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തൃശൂർ ജില്ലാ കളക്ടർ ഔദ്യോഗിക വാഹനം കടന്നു പോവുകയാണ്. കളക്ടർ കാൽനടയായി കടന്നുപോയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം, ഒപ്പം തന്നെ തൃശൂരിലെ വിവിധ അസിസ്റ്റന്റ് കളക്ടർ, അതുപോലെ തന്നെ പോലീസ് ചീഫ് ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെയുണ്ട്. എടുക്കാം. അല്ല, ഞാൻ ഒരു മിനിറ്റ് ഫിനിഷ് ചെയ്യാം. ഒരു മിനിറ്റ്.